Hi everyone, welcome to Tech Reviews on Malayalam. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് iPhone 11 ആണ്. ആപ്പിൾ 2019 സെപ്റ്റംബറിൽ പുറത്തിറക്കിയ സ്മാർട്ട് ഫോണാണ് iPhone 11. നമുക്കിതിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ആദ്യമായി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 625 നിറ്റ്സ് ബ്രൈറ്റ്നസ് തരുന്ന 6.1 ഇഞ്ച് ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ്. 1792x828 പിക്സലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. 194 ഗ്രാം വെയിറ്റും 8.3 മില്ലിമീറ്റർ തിക്നെസ്സുമാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഫ്രെയിം അലൂമിനിയം ഫ്രെയിമാണ്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. ഗ്ലാസ് ഗൊറില്ലയേക്കാൾ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് ആപ്പിൾ പറയുന്നത്. ലേറ്റസ്റ്റ് OSലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ചിപ്സെറ്റ് 7 നാനോമീറ്റർ ഹെക്സാ കോർ A13 ബയോണിക് ചിപ്സ് ആണ്. റാം 4GB, സ്റ്റോറേജ് 3 വേരിയൻറ്റുകളായി 64GB, 128GB, 256GB എന്നിങ്ങനെ വരുന്നു. സ്റ്റീരിയോ സ്പീക്കേഴ്സും ബ്ലൂടൂത്ത് 5.0 അവൈലബിൾ ആണ്. NFC ഉണ്ട്. ഹെഡ്ഫോൺ ജാക്കില്ല. USB 2.0 ലൈറ്റ്നിങ് USB ആണ്. സെക്യൂരിറ്റിക്കായി ഫേസ് ID ഉണ്ട്. 3110 മില്ലി ആംപിയർ ബാറ്ററിയാണ് ഇതിലുള്ളത്. ഇത് 18 വാട്ട്സ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നു. വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടിംഗ് ആണ്. AnTuTu സ്കോർ 4,19,453 വരുന്നുണ്ട്. IP68 വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്. iPhone 11 5G സപ്പോർട്ട് ചെയ്യില്ല, 4G മാത്രമേ ഉള്ളൂ. സിം ട്രേയിൽ സിംഗിൾ സിമ്മാണ്, എന്നാൽ ഒരു സിമ്മും കൂടി യൂസ് ചെയ്ത് ഡ്യുവൽ സിമ്മായി യൂസ് ചെയ്യാം. പ്രൈമറി ക്യാമറ 12 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയാണ്. അത് ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷനും ഡ്യുവൽ പിക്സൽ PDAF സപ്പോർട്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ 12 മെഗാ പിക്സൽ തന്നെ അൾട്രാ വൈഡ് ക്യാമറ. 4K വീഡിയോ റെക്കോർഡിംഗ് 24, 30, 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സെക്കൻഡറി ക്യാമറ 12 മെഗാ പിക്സലിൻ്റെ തന്നെ വൈഡ് ആംഗിൾ ക്യാമറ. സെയിം 4K 24, 30, 60 എന്നീ ഫ്രെയിം പെർ സെക്കൻഡ്സിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഫേസ് ID പെർഫോമൻസ് നോക്കിയാൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് അൺലോക്ക് ആവുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടാണ് ഫേസ് അൺലോക്ക് ആവുന്നത്. ലോ ലൈറ്റിലും ഇത് കൃത്യമായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് എബൌട്ട് സെക്ഷൻ നോക്കിയാൽ ഫോണിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. iOS ലേറ്റസ്റ്റ് OSലേക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ടോട്ടൽ കപ്പാസിറ്റി വരുന്നത് 64GB ആണെന്ന് കാണാൻ സാധിക്കും. ബാറ്ററി ഹെൽത്ത് നോക്കിയാൽ 72% മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ UI ഒന്ന് നോക്കാം. നല്ല റെസ്പോൺസീവ് ആയ UI ആണ്. ലാഗ് ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ക്ലീൻ UI. ആപ്സ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും റീസെൻ്റ് ആപ്സ് കാണാനും നല്ല ഫാസ്റ്റ് ആയി തന്നെ ആനിമേഷൻസ് ആണുള്ളത്. കൺട്രോൾ സെൻറ്റർ ചെക്ക് ചെയ്ത ട്രൂ ടോൺ ഓക്കെ ആണെന്ന് കാണാം. ക്യാമറ പെർഫോമൻസ് ചെക്ക് ചെയ്യാനായി ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് വിവിധ തരത്തിലുള്ള ക്യാമറ സെറ്റിംഗ്സ് കാണുവാൻ സാധിക്കും. സ്റ്റില്ലിനായി പോർട്രേറ്റ്, പനോരമ എന്നീ മോഡുകളുണ്ട്. വൈഡ് വീഡിയോ റെക്കോർഡിങ്ങിന് 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ടൈം ലാപ്സ്, സ്ലോ മോഷൻ വീഡിയോ എന്നിവ എടുക്കാവുന്നതാണ്. ഇനി കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് BGMIയുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ അൾട്രാ HDR വരെ അവൈലബിൾ ആണ്. എക്സ്ട്രീം HDR കമ്മിങ് സൂൺ എന്നാണ് കാണിക്കുന്നത്. നമുക്ക് എല്ലാ സെറ്റിങ്സും അൾട്രാ HDRലിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അൾട്രാ HDRലിട്ടിട്ടും നല്ല സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. ഒരു ലാഗുമില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കളിക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് ആസ്ഫാൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫുൾ ഗ്രാഫിക്സിലിട്ട് കളിച്ചാലും അത്യാവശ്യം നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് iPhone 11 കാഴ്ചവെക്കുന്നത്. സോ വളരെ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് iPhone 11 കാഴ്ചവെക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ പ്ലേബാക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
യൂട്യൂബിലെ 4K വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇതിൽ വരുന്നത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. കൂടുതൽ മൊബൈൽ റിവ്യൂസിനായി ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്നത് സെല്ലൻട്രിക് എന്ന ഈ സ്ഥാപനമാണ്. ഇതുപോലുള്ള ഗുഡ് ക്വാളിറ്റി യൂസ്ഡ് മൊബൈൽസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ റിവ്യൂ വീഡിയോസിനായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.